PCOD ഉള്ള ആൾക്കാർക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് വരുമോ? യൂഷ്വലി PCOD ഉള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PCODക്ക് പറ്റും. PCOS ഉള്ള ആൾക്കാർക്ക് ഇത് യൂഷ്വലി നടക്കുന്നതാണ്. പക്ഷെ എല്ലാ PCOD ഉള്ള ആൾക്കാർക്കും ഈ പറയുന്ന തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ PCOD ഉള്ളതിൻ്റെ കൂടെ തന്നെ തൈറോയ്ഡ് ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഹൈപ്പോതൈറോയിഡിസം ആണ് അധികവും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ PCOD ഉള്ള ആൾക്കാരാണെങ്കിൽ PCODക്കും ഹൈപ്പോതൈറോയിഡ്സിനൊക്കെ പല കോമൺ സിംറ്റംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാവണമെന്നില്ല നിങ്ങൾക്ക് PCOD ആണോ ഉള്ളത്, അല്ലെങ്കിൽ PCODന്റെ കൂടെ തൈറോയ്ഡ് വന്നിട്ടുണ്ടാവോ എന്നുള്ളത്. അപ്പോൾ എല്ലാ 6 months കൂടുമ്പോഴും PCOD ഉള്ള ആൾക്കാരെ ഒരു TSH ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ, അതായത് ഗ്ലൂക്കോസ് ഫാസ്റ്റിങ്ങിലും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള PPBSും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തിനാണ് ഇത് രണ്ടും ചെക്ക് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ PCOD ഉള്ള ആൾക്കാർക്ക് മെറ്റബോളിക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈവൻ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും മെറ്റബോളിക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ്, അതായത് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ സിങ്കും സെലീനിയും വൈറ്റമിൻ ഡിയും കൂടെ ചെക്ക് ചെയ്യണം. ഇത് മൂന്നും നിങ്ങളുടെ സിംറ്റംസ് വേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ PCOD ഉള്ള ആൾക്കാർ അവെയർ ആയിരിക്കുക.